ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന് വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഇതുപോലെ ചെറിയ മുട്ടയിട്ടിട്ടാണ് ആളുടെ സ്റ്റാർട്ടിങ്. പിന്നെ ഈ മുട്ടെല്ലാം വിരിഞ്ഞിട്ട് വലിയ നല്ല ഭംഗിയുള്ള പൂവായിട്ട് മാറും കേട്ടോ. ഈ പൂവെന്ന് പറയുമ്പോൾ 2 ലെയർ പോലെ ആയിരിക്കും, ഒരു വലിയ പൂവും അതിൻ്റെ ഉള്ളിലൊരു ചെറുതും. അപ്പോൾ വലിയ പൂവിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പൂമ്പൊടി ഉള്ളത്. അത് എടുത്തിട്ട് നമ്മൾ ചെറിയ പൂവിനകത്തേക്ക് ഇടണം. അപ്പോൾ നമുക്ക് ഇതുപോലെ തേനീച്ചയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതിൽ കാണുന്ന പോലെ തേനീച്ചയൊക്കെ വരുന്നുണ്ടെങ്കിൽ പോളിനേഷൻ നടക്കും, അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഹാൻഡ് പോളിനേഷൻ ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നല്ല കായ ഉണ്ടാവുക. കൂടുതലും വൈകുന്നേരങ്ങളിലാണ് കേട്ടോ ഈ പൂ ഇരിയുന്നത്. അപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിനെ കവർ ചെയ്ത് വെച്ച് കൊടുക്കണം. പിന്നെ മോർണിംഗ് അത് തുറന്നു കൊടുക്കണം. അങ്ങനെ 1 മന്തിനൊക്കെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് റെഡി. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒരു റെഡ് വയലറ്റ് ഷെയ്ഡിൽ. എനിക്കിതെല്ലാം ഒരു പുതിയ അറിവായിരുന്നു. അപ്പോൾ എന്നെപ്പോലെ നിങ്ങളിൽ പലരും ഉണ്ടാവും എന്നറിയാം. അപ്പോൾ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണം.